നിങ്ങളുടെ ഉറക്കവും ജ്യോതിഷവും. ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം നമ്മൾ വിശ്രമിക്കുന്നത് ഉറക്കത്തിലൂടെയാണ്. എന്നാൽ നിങ്ങൾ തെറ്റായ ദിശയിലേക്കാണ് തല വെച്ചുറങ്ങുന്നതെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെയും ഐശ്വര്യത്തെയും ദോഷകരമായി ബാധിക്കും. കിഴക്ക് ദർശനം. വിദ്യാർത്ഥികൾക്കും ബുദ്ധിപരമായി ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും ഉത്തമം കിഴക്കോട്ട് തലവെച്ച് ഉറങ്ങുന്നതാണ്. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂടാനും സഹായിക്കും. പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ ഈ ദിശ സഹായിക്കുന്നു. തെക്ക് ദർശനം. സമ്പത്തും ആരോഗ്യവും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ദിശയാണിത്. കാന്തിക തരംഗങ്ങൾ ശരീരത്തിന് അനുകൂലമായി വരുന്നതുവഴി ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും തെക്കോട്ട് തലവെച്ചുറങ്ങുന്നത് സഹായിക്കും. ദീർഘായുസ്സിനും ഇത് ഉത്തമമാണ്. പടിഞ്ഞാറ് ദർശനം. പ്രശസ്തിയും അംഗീകാരവും ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിശ തിരഞ്ഞെടുക്കാം. എങ്കിലും ചിലരിൽ ഇത് അസ്വസ്ഥമായ സ്വപ്നങ്ങൾക്ക് കാരണമായേക്കാം. പൊതുവെ നിഷ്പക്ഷമായ ഒരു ദിശയാണിത്. വടക്ക് ദർശനം. ഒരിക്കലും വടക്കോട്ട് തലവെച്ച് ഉറങ്ങരുത്. ഭൂമിയുടെ കാന്തിക വലയവും നമ്മുടെ ശരീരത്തിലെ കാന്തിക ശക്തിയും തമ്മിൽ ഘർഷണം ഉണ്ടാകാൻ ഇത് കാരണമാകും. ഇത് രക്തസമ്മർദ്ദം കൂടാനും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾക്കും തലവേദനയ്ക്കും കാരണമാകും. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കണ്ണാടി. കിടപ്പുമുറിയിൽ കട്ടിലിന് അഭിമുഖമായി കണ്ണാടി വെക്കരുത്. ഇത് ഉറക്കത്തിൽ നെഗറ്റീവ് എനർജി പ്രതിഫലിപ്പിക്കാൻ കാരണമാകും. വൃത്തി. കട്ടിലിനടിയിൽ പഴയ സാധനങ്ങളോ പാഴ്വസ്തുക്കളോ കൂട്ടിയിടരുത്. ഇത് ഊർജപ്രവാഹത്തെ തടസ്സപ്പെടുത്തും. വിളക്ക്. കറുത്ത ഇരുട്ടിൽ ഉറങ്ങുന്നതിനേക്കാൾ നേരിയ ഒരു വെളിച്ചം മുറിയിൽ ഉണ്ടാകുന്നത് മനസ്സിന് ശാന്തത നൽകും. നിങ്ങൾ ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് തല വെച്ചുറങ്ങുന്നത്? തെറ്റായ രീതിയിലാണെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റി നോക്കൂ. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് കാണാം.